എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഒരു വെറൈറ്റി ബ്രെഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള ഒരു ബ്രെഡാണിത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ബ്രെഡിൻ്റെ മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 3 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 240 ml കപ്പിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇളം ചൂട് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വലിയൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് നല്ലതായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇത്രയും വെള്ളം അധികം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. വെളിച്ചെണ്ണ ചേർക്കേണ്ട കേട്ടോ. മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. ഇതുപോലെ കയ്യിൽ ഒട്ടുന്ന രീതിയിലുള്ളൊരു മാവാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചുണ്ടല്ലോ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ മാവൊക്കെ നല്ലതായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മാവുണ്ടല്ലോ ഒന്നുകൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ മൈദയൊന്ന് വിതറി കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കയ്യിലോട്ട് ഒട്ടാതെ ഇരിക്കും. കുറച്ച് മൈദയൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ടല്ലോ, കയ്യിലൊട്ടാത്ത രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിലോട്ട് കുറച്ച് മൈദയൊന്ന് പുരട്ടിയിട്ട് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. ചപ്പാത്തിക്ക് മാവ് എടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി വലുപ്പത്തിലെടുക്കണേ. ഉരുട്ടിയെടുത്ത മാവ് നമ്മളൊരു ബട്ടർ പേപ്പറിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ബട്ടർ പേപ്പർ ഉണ്ട്, നമ്മൾ ചതുരത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലതായിട്ട് നമ്മളൊന്ന് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ പേപ്പർ നല്ലതായിട്ട് എണ്ണ പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഈ മാവുണ്ടല്ലോ അതിലോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. 6 എണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ. നമ്മളപ്പോൾ അതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ ഒരു ടവൽ കൊണ്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാവ് ഒന്നുകൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ നമുക്കൊന്ന് പരത്താം. ഒത്തിരി അങ്ങ് തിന്നാക്കി പരത്തരുത് കേട്ടോ, കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ. ഇതേ രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലുണ്ടല്ലോ നമ്മുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബ്രെഡ് ഉണ്ടല്ലോ ഫുള്ളായിട്ട് ഇങ്ങനെ വീർത്ത് വരത്തില്ല. ഇതേ രീതിയിൽ വേണം ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ പാനിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ബട്ടർ പേപ്പറിൽ പരത്തി വെച്ചിരിക്കുന്ന മാവിട്ട് കൊടുക്കാം. 2 മിനിറ്റ് നേരം ഇത് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കുണ്ടല്ലോ ഈ മാവ് ബട്ടർ പേപ്പറിൽ നിന്ന് ഇളകി വരും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ഇതങ്ങ് ഇളക്കി മാറ്റാം. ഇനി ഇതിൻ്റെ ഒരു വശം നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറു സൈഡും നല്ലതായിട്ട് ഇതേ രീതിയിലൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും മൂത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്ത് കഴിക്കുന്ന ബ്രെഡ് പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള ബ്രെഡാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. സാധാരണ ബ്രെഡ് ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് സമയം കുഴയ്ക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ എന്ന് എന്നെ വിളിച്ചാലും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.